Say hi to my friends. Hi. See, this is my roommate, Rakshita. Yeah. Hey, Rakshita. Hey, Rakshita. Yes. Free ticket. Because of her. Hey guys, welcome back to Satyabhamas YouTube channel. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ 10 മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ. എന്തുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. പയ്യെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗ് എന്താണ് വെച്ചാൽ ആക്ച്വലി ഞാൻ ബസ്സിലാണ്, ഞാൻ ട്രാവൽ ചെയ്യാണ്. ഞാൻ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഞാൻ മൈസൂർക്ക് പോവാണ്. സോ ഞാൻ ഇന്ന് സാറ്റർഡേ എപ്പോഴാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് അറിയില്ല. മേ ബി മൺഡേ ഓർ ട്യൂസ്ഡേ ഐ വിൽ അപ്ലോഡ് ദിസ് വീഡിയോ. സോ ഞാനിപ്പോൾ നാട്ടിലില്ല, ഞാൻ ബാംഗ്ലൂരാണ്. പ്രോപ്പർ ബാംഗ്ലൂർ സിറ്റിയിലല്ല, ഔട്ട്സ്കേർട്സിലാണ്. ഞാൻ KVയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ ഇന്ന് സാറ്റർഡേ ലീവാണ്. സോ ഞാനിങ്ങനെ ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താ ചെയ്യുക. സാറ്റർഡേ ആണ്, ഫ്രണ്ട്സൊക്കെ ബിസിയാണ്. സോ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്തിനാണ് ഇപ്പോൾ എല്ലാവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ തന്നെ പോവാം, ഞാൻ തന്നെ എവിടെയെങ്കിലും പോവാം. ഒരുപാട് നാളായി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് പോയിട്ട്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി നാളായില്ലേ വ്ളോഗ് എടുത്തിട്ട്, സോ ഒന്ന് വ്ളോഗ് എടുത്ത് നോക്കാം, കഴിവ് ഇപ്പോഴും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. സോ ഞാൻ ബസ്സിലാണ് പോകുന്നത്. എൻ്റെ കൂടെ ഒരു അപ്പൂപ്പ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ അല്ല, എൻ്റെ അടുത്ത്. രാവിലെ നല്ല തണുപ്പുണ്ട്. നാട്ടിലുള്ള അത്ര തണുപ്പില്ലാന്ന് തോന്നുന്നു, ബട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടുന്ന് ഒരു 2 hours മേലെ ട്രാവലുണ്ട് ബസ്സിൽ, ബൈ ബസ്. സോ ഇപ്പോൾ വരയ്ക്കും ഇപ്പോൾ വരെ എൻ്റെ ഒരു പ്ലാനിൽ ഞാൻ പാലസിൽ മാത്രം പോകാൻ വേണ്ടിയിട്ടാണ്, മൈസൂർ പാലസ്. സോ നോക്കാം ഞാൻ വേറെ എവിടെയെങ്കിലും പോകുമോ ഇല്ലയോ, എന്താണ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ, എങ്ങനെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, സോ ലെറ്റ്സ് സീ. എൻ്റെ റൂംമേറ്റ് ആക്ച്വലി മൈസൂരുകാരിയാണ്. മൈസൂരിലാണ് ജനിച്ചത്, വളർന്നതൊക്കെ, പഠിച്ചതൊക്കെ. അപ്പോൾ പുള്ളിക്കാരി അവിടെ എൻജിനീയറിങ് ചെയ്തുകൊണ്ടിരിക്കുക. സോ പുള്ളിക്കാരി എനിക്ക് കുറച്ച് സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ പോവാം, അവിടെ പോവാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല, ബട്ട് ലെറ്റ്സ് സീ എന്ന് ഞാനും എന്നോട് തന്നെ പറയാണ്. എന്തായാലും ഞാൻ വന്നില്ലേ, നീ എന്തിനാ വന്നതെന്ന് ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. തിരിച്ചു പോകണമെങ്കിൽ ഇനി 2-2.5 മണിക്കൂർ എടുക്കും. സോ എന്തായാലും വന്നു, എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടൊന്നും പോവാതെ തന്നെ. ആൻഡ് പിന്നെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ മാതാശ്രീ, എൻ്റെ പോരാളി രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോരാളിയുടെ അടുത്ത് പറയാതെ വരാനുള്ളൊരു പ്ലാനായിരുന്നു എൻ്റെത്. ഒന്നും പറയണ്ട, വൈകുന്നേരം തിരിച്ച് വീട്ടിൽ PGയിൽ തിരിച്ചെത്തിയിട്ട് അന്നേരം ഫോൺ വിളിച്ചിട്ട് പറയാം, ഞാനിങ്ങനെയൊക്കെ പോയി, ഇങ്ങനെയൊക്കെ വന്നു എന്ന് പറയാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പോരാളി രാവിലെ തന്നെ എന്നെ വിളിച്ചു. പോരാളി എവിടെയോ ട്രിപ്പെല്ലാം പോയി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ. സോ അതിൻ്റെ അപ്ഡേഷൻസ് തരാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് ക്ലാസ്സില്ലേ എന്ന് ചോദിച്ചതിൻ്റെ പുറത്ത് പറയേണ്ടി വന്നു, ഇന്ന് ക്ലാസ്സില്ല, ഇന്ന് ഞാനിങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ആരുടെയും കൂടെ അല്ല, ഞാൻ തനിയെ ഒറ്റയ്ക്കോ നമ്മളെ ബിജുമേനും ചോദിച്ച പോലെ ഒറ്റയ്ക്കോ? അതെ, ഒറ്റയ്ക്ക്. എനിപ്പം എന്താ
എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകുമോ? അവിടെ ഫ്രണ്ട്സൊക്കെ ഇല്ല, അവരൊക്കെ കൂട്ടിക്കൊണ്ട് പോകും. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ പോകുന്നത്. ഇന്നൊരു ദിവസം ഞാൻ വെറൈറ്റി ആയിട്ട് ഒറ്റയ്ക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കൊന്നും പോണ്ടേ, ആരെങ്കിലും കൂട്ടിയിട്ട് പോയിവിടെ എന്നാ പറഞ്ഞത്. ആരെ കൂട്ടിയിട്ട് പോകാൻ ആരുമില്ല. ആരുമില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോവാം. സോ ഒരാൾക്ക് ചെറിയൊരു ഭയം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മാതാശ്രീ, ഞാൻ തിരിച്ചെത്തി. മാതാശ്രീയെ വിളിക്കുന്നതായിരിക്കും. എല്ലാ അമ്മമാർക്കും കാണുമല്ലോ ഒരു ഭയം. അതന്നെ, ഞാനിപ്പോൾ ഒരു 2 കൊല്ലത്തോളം ഇങ്ങനെ മൈസൂർ വരിക പോവുക വരിക എന്നുള്ള പരിപാടി ഉണ്ട്. ലൈക്ക് മൈസൂർ അങ്ങനെ കറങ്ങുന്ന പരിപാടി കാര്യമായിട്ടില്ല. ലൈക്ക് എന്നാലും ചെറിയ രീതിയിൽ വരിക പോവുക പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ രസമല്ലേ അല്ലേ? അങ്ങനെയൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ട്. എന്താ കഥ എന്ന് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. അതിൻ്റെ പുറമെ എൻ്റെ അണ്ണൻ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, മൈസൂർ ബസ് സ്റ്റാൻഡിലൊന്നും നീ ഒറ്റയ്ക്ക് പോവരുതെന്നല്ല, പോയിട്ടുണ്ടെങ്കിൽ പല്ലും നഖവും മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. എപ്പോഴൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വരുന്നുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ അണ്ണനെ ഓർമ്മ വരും. എന്നാണ് പറഞ്ഞത്, മൈസൂർ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നീക്ക് പോയിട്ടുണ്ടെങ്കിൽ പല്ലും നഖവും മാത്രമേ തിരിച്ചിട്ടുള്ളൂ. 2 വർഷമായിട്ട് ഇപ്പോൾ പോയി വരുന്നുണ്ട്, ഇതുവരെ പല്ലും നഖമായിട്ട് വന്നിട്ടില്ല. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളൊന്നുമില്ല. എപ്പോഴാണ് നമ്മളുടെ സമയം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഒരു ഞാണമ്പൽ കളിയാണല്ലോ അല്ലേ? വിചാരിക്കാം ഭാഗ്യം കൊണ്ട് ഇതുവരെ ഒന്നും പറ്റില്ല. നീ ഇതൊക്കെ പറഞ്ഞ് നാവെടുത്ത് വളച്ച് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഇപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഓക്കെ ഞാൻ വ്ളോഗ് എൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ട്, ഞാൻ നൈസായിട്ട് ഇറങ്ങട്ടെ. ഇറക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് തന്നെ എന്തോ മടിയാവുന്നു. ലെറ്റ് സി. ബസ് സ്റ്റാൻഡിലെത്തി. ഇനി എന്താ പരിപാടി നോക്കാം. ഗൈസ്, ഞാൻ ബസ് ഇറങ്ങി കുറച്ച് നേരം നാട്ടിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇരുന്നു മാപ്പ് നോക്കിയപ്പോൾ നടക്കാൻ 1.5 കിലോമീറ്റർ നടക്കാൻ എന്നോട്. പിന്നെ പൈസ സേവ് ചെയ്യാൻ വിചാരിച്ചു നടക്കാം. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? യെസ്, ബസ് ഇറങ്ങിക്കഴിഞ്ഞ് മാപ്പ് നോക്കിയപ്പോൾ 1.3 കിലോമീറ്റർ കാണിച്ചു. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക്. അതിനു വേണ്ടിയാണ് ഞാൻ ഹെഡ്സെറ്റൊക്കെ കുത്തിക്കയറ്റി ഇറങ്ങിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബസ് ഇറങ്ങി ഒരു 1.3 കിലോമീറ്റേഴ്സ് കാണിച്ചു. 1.3 കിലോമീറ്ററൊക്കെ ഇപ്പോൾ നമുക്ക് ജുജുബി നമ്മൾ 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ നടക്കുന്ന സ്കീമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഡെയിലി ലൈഫിൽ എന്നും നടക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ നടക്കാറുണ്ട്. സോ ഞാൻ എന്ത് വിചാരിച്ചു, നമുക്ക് നടന്ന് തന്നെ പോവാം. പൈസയും സേവാവും. ആ പൈസയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഞാൻ കഴിക്കുകയും ചെയ്യാം, നടക്കാം എന്ന് വിചാരിച്ചു. നാട്ടുകാരൊക്കെ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കറിയാത്ത നാടായതുകൊണ്ടും അറിയാത്ത ആളുകളായതുകൊണ്ടും ഒരു ചളിപ്പില്ലാതെ ഞാനങ്ങ് നടക്കുന്നുണ്ട്. എല്ലാ വ്ളോഗേഴ്സും ഇങ്ങനെയൊക്കെയാണല്ലോ അവരുടെ തുടക്കത്തിൽ. വേണ്ട, അത് വേണ്ട. ഞാൻ ചിലപ്പോൾ നാളൊന്നും ആയില്ലെങ്കിലോ ഒന്നല്ല. വേണ്ട, അത് വേണ്ട. വായിച്ചോളാം, അത് വേണ്ട. എന്തോ ഒന്ന് എന്താണേലും നമ്മൾ നടന്നു പോവുകയാണ്. നടന്ന് പോവുകയാണ്. ഓൾറെഡി മുടി ഇങ്ങനെ ഫ്രണ്ടിലിട്ടിട്ടുള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ മുടിയാണോ നോക്കുന്നേ? ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ തനിയെ സംസാരിച്ച് പോകുന്നത്, അതും വീഡിയോ കോളിൽ സംസാരിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവുമല്ലോ. ഫോണിങ്ങനെ ലാൻഡ്സ്കേപ്പിൽ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഇത് വേറെന്തോ പരിപാടിയാണ്, ഇതുപോലെ വീഡിയോ എടുക്കുന്ന സാധനമാണ്. എന്താണേലും നടക്കാൻ. ഇതാണ് ഗസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ്. നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല, എന്താണേലും എനിക്കറിയില്ല. മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമായിരിക്കും എന്ന് വിചാരിക്കാം.
ഈ കുട്ടി എന്നെ ഭയങ്കരമായിട്ട് നോക്കി ചിരിച്ച്, അയ്യോ അതെ ആ ചേച്ചി നോക്കുന്നു, ഫാമിലിയായിട്ട് നോക്കി ചിരിച്ച് പോകുന്നുണ്ട്. മുടി നോക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഒരു 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 സാധനം ഉണ്ടല്ലോ, ഏത് ആ ഒരു സാധനം തന്നെ. കുറേ കല്ലൂസിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, കാണാനിട്ടൊന്നുമല്ല. പിന്നെ ഇതൊക്കെ ഒരു എനിക്കറിയാൻ പാടില്ല എന്താ വാങ്ങാണ്ടിയാന്ന്. ബട്ട് സ്റ്റിൽ ഞാൻ എന്തിനോ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാവ്, കൊള്ളാമല്ലേ. ഇത് ഞാനിങ്ങനെ നടന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒന്നെങ്കിൽ ആരുടെയെങ്കിലും കൂടെ വന്ന്, അല്ലെങ്കിൽ ബസ്സിൽ വന്ന്, ലൈക്ക് ആരുടെയും കൂടെ വന്നെന്ന് ഞാൻ മീൻ ചെയ്തത് എങ്ങനെയെങ്കിലും വേറെ റൂട്ടായി പോയോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ഇതിൽ തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത്. ഇത് തന്നെയാണോ എൻ്റെ എൻട്രൻസ്? എൻ്റെ ഓർമ്മയിലുള്ള എൻട്രൻസ്, ഐ മീൻ ടിക്കറ്റ് എടുക്കുന്ന എൻട്രൻസ് ഇതല്ലായിരുന്നു. പുല്ല് പണി പാളിയോ? അവിടെ ഒരു സാധനം കാണുന്നുണ്ട്, ബട്ട് അവിടെയാണോ അതിൻ്റെ എൻട്രൻസ് എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്. അവിടെ പോയാൽ ടിക്കറ്റ് കിട്ടുമോ? ഇല്ല. നമ്മൾ ആ സാഡ് റിയാലിറ്റി മനസ്സിലാക്കുന്ന വയസ്സ്. ഇവിടെയല്ല ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗൈസ്, ഇപ്പോൾ ഒരു സംഭവം നടന്നു ഗൈസ്. ദൈവമേ, ഡബിൾ ചിഹ്നോ? എന്ത് 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 മാരകമായിട്ടത് തിരിയുന്ന. ഡയറ്റ് ചെയ്യണം ഗൈസ് എന്നൊക്കെ ഞാൻ പറയും, ഒന്നും ചെയ്യാൻ പോണില്ല. എന്ത് സംഭവിച്ചു വെച്ചാൽ, അവിടെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഞാൻ ഫ്രൂട്ടി കഴിക്കാൻ വേണ്ടി പോയി. ഓക്കെ, പുള്ളിക്കാരി മാസ്കൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു, പാവം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ പാലസിൻ്റെ എൻട്രൻസ് എവിടെയാണെന്നറിയാമെന്ന്, അത് എൻ്റെ മുറിക്കന്നിടയിൽ പാവം ചേച്ചി കരഞ്ഞോണ്ടിരുന്നത്. വീണ്ടും കരയണമെന്ന് തോന്നിപ്പോയി തോന്നും. ചേച്ചി എന്ന് പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ എന്നെക്കാട്ടിലും പ്രായം കുറവായിരിക്കും. നമുക്ക് പ്രായം കൂടി വരുന്ന കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനമാണല്ലോ. പാവം പുള്ളിക്കാരി എന്താണെങ്കിലും കണ്ണൊക്കെ തുടച്ചിട്ട് എനിക്ക് പറഞ്ഞത് ഇവിടെ എന്തായിരുന്നു, പുള്ളിക്കാരി കണ്ണൊക്കെ തുടച്ചിട്ട് വേഗം ഇങ്ങനെ അക്കടെ റോഡ് ഹോഗ്ബിക്കുന്നു. എനിക്ക് മനസ്സിലായത് വെച്ച് നോക്കുമ്പോൾ വേറൊരു റൂട്ടിൽ പോയി നോക്കേണ്ടതുണ്ട്. ഞാൻ മാപ്പ് നോക്കിയില്ല, എളുപ്പപ്പണിയാണല്ലോ. ഇപ്പോൾ മാപ്പ് നോക്കണം, ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ മാപ്പ് നോക്കണം. ഞാൻ വിചാരിച്ചതല്ല, അവിടെ ആരുടെടുത്തെങ്കിലും ചോദിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് പരിപാടികൾ കഴിയുമല്ലോ. ഈ നട്ടാപ്പരി വെയിലത്ത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്കിത് വേണം, ഇതൊന്നും കിട്ടിയാൽ പോരാ അല്ലേ ഗൈസ്? പോയി നോക്കാം. വിജനമായ റോഡാണ് ഗൈസ്, ആരുമില്ല, ആകെ 2-3 ആൾക്കാരേ ഉള്ളൂ. കണ്ടോ? ശനിയാഴ്ച ആയിട്ട് പോലും ഇവിടെ നിന്നൊരു മനുഷ്യജീവി ഇല്ലാത്ത എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് തളരരുത് രാമൻകുട്ടി, തളരരുത്. നമ്മൾ മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ. ഫൈനലി നമ്മൾ എവിടെയോ എത്തിയിരിക്കുന്നു ഗൈസ്. എവിടെയോന്ന് വെച്ചാൽ പാലസിൻ്റെ ഒരു ഗേറ്റാണിത്. പക്ഷെ നമ്മൾ വേറൊരു ഗേറ്റിൽ പോവേണ്ടിയിരിക്കുന്നു ടിക്കറ്റ് എടുക്കാൻ. മെമ്മറീസ് മൊമെൻറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗൈസ്. ഇവിടെയെല്ലാം നമുക്ക് മെമ്മറീസ് ഉണ്ട്, മെമ്മറീസ്. നൈസ്, നോ?
നിങ്ങൾക്ക് നൈസായിട്ട് തോന്നുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നൈസായിട്ട് തോന്നുന്നു. എന്ത് ചെയ്യാൻ, നിങ്ങളെൻ്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് നിങ്ങളിത് കണ്ടേ തീരുള്ളൂ ഗൈസ്. എന്തല്ലേ, എന്തൊക്കെ അപരാധങ്ങൾ കാണണം, എന്തൊക്കെ അപരാധങ്ങൾ കേൾക്കണം എൻ്റെ ഒരു ഫോളോവറായിട്ട്, എൻ്റെ ഒരു സബ്സ്ക്രൈബറായിട്ട് ഇരിക്കണമെങ്കിലല്ലേ. സോറി ഗൈസ്. കുറേ കാലത്തിന് ശേഷം വ്ളോഗ് എടുക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഫോണൊന്നും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതിനി വയസ്സായതിൻ്റെ ആണോ എന്നും അറിയില്ല, എന്താണോ. അവിടെ ഞാനൊരു ഓട്ടോച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഈ എൻട്രൻസിലേക്കുള്ള ടിക്കറ്റുള്ള ഗേറ്റ് എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ ചേട്ടൻ എന്തു പറഞ്ഞാലും പറഞ്ഞില്ല, ഓട്ടോ കയറിയാലേ പറഞ്ഞിട്ടുള്ളൂ. വേണ്ട, നീ ചേട്ടൻ്റെ സഹായം വേണ്ട. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, വാക്ക് മടപ്പിക്കോ. ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്നത് ചേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. ചേട്ടൻ എൻ്റെ പൈസ പിടിക്കാനുള്ള ആഗ്രഹം. ഞാൻ വിട്ടുകൊടുത്തില്ല. തൊട്ടടുത്തുള്ള ഓട്ടോച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ ഓട്ടോച്ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ജസ്റ്റ് അങ്ങനെ നേരെ പോയിട്ട് നടന്നാൽ മതി. ഇതേ ഒരു മല്ലു ഫാമിലി, ഇവിടെ ഇതേ ഒരു മല്ലു ഫാമിലി. അവർ പറയാ ആ കുട്ടി മലയാളിയാണ്. യെസ്, ഞാൻ മലയാളി. പോയി നോക്കാം. ഇപ്പോൾ സമയം എന്തായെന്നറിയാമോ? 12:45. രാവിലെ 9 മണിക്കെങ്ങാണ്ട് ഇറങ്ങിയതാണ്, അവിടെ നിന്ന് കയറിയതാണ്. 12:45 സമയം. ഒരുവിധം മൈസൂർ മൊത്തം ഞാനിപ്പോൾ നടന്നെന്നാണ് എനിക്ക് തോന്നുന്നു, ഒരു റൗണ്ട്. കുറച്ചുകൂടെ നടന്ന് മുന്നോട്ട് പോയി നോക്കാം. ഒന്നും കിട്ടിയില്ലാന്നാണെങ്കിൽ അടുത്ത ബസ്സും പിടിച്ച് ഞാൻ എൻ്റെ ഒരു പാട്ടിന് തിരിച്ചു പോകും. അത് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയ കണ്ടപ്പോൾ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിറക്കിയിരിക്കുന്നത് ഇതിൻ്റെ വേറെ ഏതോ ഒരു തലത്തിലായിരുന്നു. നമ്മൾ ബസ്സിൽ എപ്പോഴും വന്ന് പോകുന്നില്ലാത്തത് കൊണ്ട്, ഇത് മൈസൂർ പാലസിലേക്ക് ബസ്സിൽ എപ്പോഴും നമ്മൾ വന്ന് പോകുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല. പക്ഷെ നമ്മൾ അടിക്കടി ഇപ്പടിയേ വന്നാൽ നമുക്ക് കിട്ടും. അപ്പം നമ്മളെന്ത് കണ്ടുപിടിച്ചു? മൈസൂർ പാലസ് എവിടെയെന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാതാശ്രീ ഇന്നെൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, പുള്ളിക്കാരിക്ക് വരണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ പറഞ്ഞു, ഇപ്പം തന്നെ ബസ് ബുക്ക് ചെയ്തരാം, നാളെ എനിക്ക് ലീവാണ്, കയറി വായോ. പിന്നെ മാതാശ്രീൻ്റെ മൂടങ്ങ് പോയി. ശരി, വേണ്ട, നെക്സ്റ്റ് ടൈം മാതാശ്രീയും കൂട്ടി ഒരു വരവ് വരേണ്ടിയിരിക്കുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ആദ്യം എന്ത് ചെയ്യാം, ഇന്നിവിടെ ഒരു സ്റ്റേ എടുത്ത്, ഏത് പുളിമൂട്. പിന്നെ ഞാൻ വിചാരിച്ചു അധികം ഓവറാക്കണ്ട, എന്തായാലും വന്നല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? മൈസൂർ പാലസ്. യെസ് ഗൈസ്, മൈസൂർ പാലസ്. ഇതുവരെ ആരും പോവാത്ത, പ്രത്യേകിച്ച് ഒരു മലയാളിയും പോവാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. ഐഫോണിന് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. ഇതിൽ തന്നെ പോയി നോക്കാം. ഇതിൽ കയറ്റി വിടുമോയെന്ന് അറിയത്തില്ല. ആ, കയറ്റി വിടുക. ഇത് കണ്ടോ, ഇവിടെയാണ്, ഇത് പാർക്കിംഗ് ഏരിയ ആണ് ഗൈസ്. പാർക്കിംഗ് ഏരിയൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നാട്ടിലല്ല, ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും സ്കൂളൊക്കെ ട്രിപ്പ് പോകുന്നൊരു സമയമാണല്ലോ. ഇഷ്ടംപോലെ മലയാളി പിള്ളേർ, മലയാളി ആൾക്കാർ, കോളേജ് പിള്ളേർ, എല്ലാവരും ഇങ്ങനെ അലന്ന് നടപ്പുണ്ട്. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രശ്നം മീൻസ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഇത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ഒരു ചളിപ്പ്.
തൊലിക്കട്ടി കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ മാനേജ് ചെയ്യുന്നു. കുറച്ച് കാലത്തിന് ശേഷം വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ആയിരിക്കും ഇത് ഈ ഒരു പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഹിയർ വി ആർ. അവിടെ വലിയൊരു ക്യൂ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. പോയി നോക്കാം. വാട്ട്? ക്യൂ ഇല്ല? ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? വലിയ ക്യൂ ഇല്ല, ചെറിയ ക്യൂ. അതോ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നില്ലേ? എന്താ അവിടെ നടക്കുന്നത്? ഇല്ല. ഗൈസ് യു നോ വാട്ട് ഹാപ്പൻ? ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവർ പറയാണ് ലൈക്ക് എൻ്റെ കയ്യിലൊരു 500 നോട്ടല്ലായിരുന്നത്. 500 നോട്ട് എടുത്തപ്പോൾ അവരായിരുന്നു അവരുടെ കയ്യിൽ ചില്ലറയില്ല. സോ ടിക്കറ്റ് ഇല്ല, ഗൂഗിൾ പേ ഇല്ല. സോ ചില്ലറയും കൊണ്ട് വരികയാണെങ്കിൽ ടിക്കറ്റ് തരാം, ഇല്ലെങ്കിൽ തിരിച്ചു പോക്കോ ആ സ്കീമാണ്. മൈ ഗോഡ്. അങ്ങനെ ഞാൻ അവിടെ വേറെ ഏതൊരു കടയിലല്ല, ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചേട്ടന്മാരുണ്ടാവില്ലേ, അവരുടെ അടുത്ത് പോയി. അവരുടെ അടുത്ത് പറഞ്ഞ് ഒരു സാൻഡൽവുഡിൻ്റെ എന്തോ ഒരു സാധനം വെക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് പോയി മേടിച്ച്. എന്നിട്ടും ആ ചേട്ടന് തരാൻ തോന്നിയൊരു മനസ്സ്, ചേട്ടൻ്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ മേടിച്ച് 120 ടിക്കറ്റിന്. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ 100 ആയിരുന്നു, 120. പക്ഷെ അതിനുള്ള വകുപ്പുണ്ട്, ഫുള്ള് കാണാനുള്ള വകുപ്പുണ്ട്. ഇത്രയും പഴക്കമുള്ള സാധനം അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ലേ, അതിന് അവർ 120 റുപ്പീസ് മേടിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് പിള്ളേരുടെ തള്ളും തിരക്കും. ഇപ്പം എന്താണ് വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ അവിടെ പോയി ചെരുപ്പ് അവിടെ കൊടുത്ത് എന്നിട്ട് വേണം പോകാൻ. ചെരുപ്പ് കൊടുക്കുന്ന സ്കീമിന് അവിടെ ഉണ്ടാവും ഇപ്പോൾ ഒരു ഉന്തും തള്ളും. വെള്ളെടുക്കാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ ഒരു തിരക്കുണ്ടാവില്ലേ, ആ ഒരു തിരക്കായിരിക്കും ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നോക്കാം ഗൈസ്, യു നോ വാട്ട് ഹാപ്പൻ? ഞാൻ ഇവിടം വരെ എത്തി. എൻ്റെ ഒരു കാര്യം, ഒരേ ഒരു ആളായതുകൊണ്ട് എന്തോ പെട്ടെന്ന് കയറ്റി വിട്ടു. ലൈക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്നു, ബട്ട് ഒരേ ഒരാളായതുകൊണ്ട് ഒരു കവറിന് വേണ്ടി ഒത്തിരി അലയേണ്ടി വന്നില്ല, പെട്ടെന്ന് കിട്ടി. അവിടെ പോയപ്പോൾ പറഞ്ഞു അവിടെയല്ല ഇവിടെ പോയി പറഞ്ഞു ഇവിടെയല്ല അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ പോയപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു, ഓക്കെ ദെൻ ഗോ, ഞാൻ കവർ തരാമെന്ന് പറഞ്ഞ് ആ ചേട്ടനൊരു കവർ തന്ന് ഞാനിതിൽ വെച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകുന്നു. ഉള്ളിൽ കയറി പോയി നോക്കാം.